ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് അഗെയിൻ ആസ് യൂഷ്വൽ ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. പക്ഷെ എപ്പോഴും ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചിട്ടാണ് ഒരു വീഡിയോ തുടങ്ങുന്നത് അല്ലേ. പക്ഷെ ഇന്ന് എനിക്ക് എൻ്റെ ക്ലയൻസ് എൻ്റെ 15 ഇയേഴ്സിൻ്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ ഈ ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള ഉത്തരവായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾ തമ്മിലൊക്കെ കണ്ടതുപോലെ തന്നെ MDF ആണോ പ്ലൈവുഡ് ആണോ ഏതാണ് ഇന്റീരിയേഴ്സ് ചെയ്യാനായിട്ടുള്ള അടിപൊളി മെറ്റീരിയൽ എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് അറിയാമോ? ലോകത്തിലുള്ള ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കിച്ചൺസ് എന്ത് മെറ്റീരിയൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയണ്ടേ? ഒന്നെങ്കിൽ പാർട്ടിക്കിൾ ബോർഡ് അല്ലെങ്കിൽ MDF അല്ലെങ്കിൽ HDF. ഈ ബോർഡ്സ് വെച്ചിട്ടാണ് മിക്കവാറും യൂറോപ്യൻ കിച്ചൺസ് ആകട്ടെ ഇറ്റാലിയൻ കിച്ചൺസ് ആകട്ടെ അതെല്ലാം ഉണ്ടാക്കുന്നത്. റീസെന്റ് ഞാൻ പേർലി മാണിയുടെ ഒരു ബ്യൂട്ടിഫുൾ കിച്ചന്റെ ഒരു വീഡിയോ കണ്ടായിരുന്നു. നോൾട്ടെ കിച്ചന്റെ അവരുടെ കുറേ ഡിസ്പ്ലേസും ഒക്കെ ആയിട്ട് ഒരു ബ്യൂട്ടിഫുൾ വീഡിയോ കണ്ടായിരുന്നു. നിങ്ങളും കുറേ പേര് കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പം ആ കിച്ചൺസും ശരിക്കും പറഞ്ഞാൽ എഞ്ചിനീയർഡ് വുഡ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എഞ്ചിനീയർഡ് വുഡ് എന്ന് വെച്ചാൽ നത്തിങ് ബട്ട് MDF-ഓ HDF-ഓ അല്ലെങ്കിൽ പാർട്ടിക്കിൾ ബോർഡ് തന്നെയാണ് എഞ്ചിനീയർഡ് വുഡ് എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ഇന്ത്യയിൽ ഭയങ്കര കൺഫ്യൂഷൻ ആണ് അല്ലേ. ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കണം. നമ്മുടെ ഇന്ത്യൻ മെന്റാലിറ്റി എന്താണ്? എന്ത് ചെയ്താലും, അതായത് ഒരു വീട് കെട്ടുകയാണെങ്കിലും ഒരു ആഭരണം മേടിക്കുകയാണെങ്കിലും അത് ലൈഫ് ലോങ് നമ്മൾ ജീവിച്ചിരുന്നതിന് ശേഷവും നമ്മുടെ ലൈഫ് ടൈം കഴിഞ്ഞിട്ടും അത് ലാസ്റ്റ് ചെയ്യണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാറ്റഗറി ഓഫ് പീപ്പിൾ ആണ് ലോകത്ത്. ദാറ്റ് ഈസ് ബിക്കോസ് നമ്മൾ വന്ന വഴി അങ്ങനെയാണ്. നമുക്ക് വേസ്റ്റേജ് ഇഷ്ടമില്ല. അത് നമ്മുടെ ഒരു കൾച്ചറിന്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. എൻ്റെ പേര് സുനീത. ഞാനൊരു ഇന്റീരിയർ ഡിസൈനർ ബൈ പ്രൊഫഷൻ ആണ്. അപ്പോൾ പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകാൻ പോരെ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പ്ലൈവുഡും MDF എന്താണെന്ന് പറയും. പിന്നെ അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ്, അതായത് അതിൻ്റെ ഗുണങ്ങൾ എന്താണ് ദോഷങ്ങൾ എന്താണെന്നും പറയാം. അറ്റ് ദ സെയിം ടൈം ഇന്ത്യൻ കിച്ചൺസിനും ഇന്ത്യൻ ഹോംസിൻ്റെ ഇന്റീരിയേഴ്സിന് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള എന്താണെന്നും കൂടി പറയാം. ആദ്യം നമുക്ക് അറിയണ്ടേ ഈ രണ്ട് മെറ്റീരിയൽ എന്താണെന്നുള്ളത്. ഫസ്റ്റ് MDF എന്താണെന്ന് പറയാം. MDF എന്ന് വെച്ചാൽ അതിന്റെ എക്സ്പാൻഷൻ ഇസ് മീഡിയം ഡെൻസിറ്റി ഫൈബർ ബോർഡ് എന്നാണ്. HDF എന്ന് പറഞ്ഞാൽ ഹൈ ഡെൻസിറ്റി, അതായത് കുറച്ചുകൂടി കംപ്രസ് ചെയ്തിട്ടുള്ള ഹൈ ഡെൻസിറ്റി ഫൈബർ ബോർഡ്. ആസ് ദ നെയിം ഗോസ്, ഇത് വുഡ് ഫൈബർ കംപ്രസ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മാൻമെയ്ഡ് ബോർഡാണ്, അല്ലെ മാൻമെയ്ഡ് മെറ്റീരിയൽ ആണ്. വുഡ് തന്നെയല്ലേ എന്ന് നിങ്ങൾക്ക് ഒരു സംശയം തോന്നും. ആക്ച്വലി വുഡ് ആണെങ്കിലും അത് വുഡിന്റെ ഫൈബർ, അതായത് സോഡസ്റ്റ് പോലെയുള്ളതും നമ്മൾ കട്ട് ചെയ്തിട്ട് ബാക്കി വരുന്ന വുഡ് ചിപ്സും അങ്ങനത്തെ വുഡ് ഫൈബർ കൊണ്ടാണ് ഈ MDF-ഉം HDF-ഉം ഒക്കെ ഉണ്ടാക്കുന്നത്. അതിൽ അവർ എങ്ങനെയാണ് ഈ ബോർഡ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അതിൽ കുറേ അഡസീവ്സ്, അതായത് അതിന് പേസ്റ്റ് വേണമല്ലോ, അത് ബൈൻഡ് ചെയ്യാനുള്ള മെറ്റീരിയൽ വേണമല്ലോ. അപ്പോൾ അതുപോലത്തെ റെസിൻസ് യൂസ് ചെയ്ത് ബൈൻഡ് ചെയ്തിട്ടാണ് അവർ ഈ ബോർഡ്സ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ബൈൻഡിങ് മെറ്റീരിയൽ നമ്മൾ നല്ലത് യൂസ് ചെയ്യുവാണ്. അതായത് ആ അഡസീവ് ഉണ്ടല്ലോ, അത് നമ്മൾ നല്ല ഈക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ദി എൻറ്റയർ ബോർഡ് ബിക്കംസ് ഈക്കോ ഫ്രണ്ട്ലി. ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസോ മെറ്റീരിയൽസോ ഉണ്ടാവത്തില്ല. അത് പക്ഷേ അത് നല്ല ബ്രാൻഡിൽ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പ് വരുത്താം അത് ഈക്കോ ഫ്രണ്ട്ലി ആയിരിക്കും എന്നുള്ളത്. ഇതിൽ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ HDF ബോർഡ്സ് ആണെങ്കിലും MDF ബോർഡ്സ് ആണെങ്കിലും ഹൈ ഡെൻസിറ്റി ഹൈ വാട്ടർ റെസിസ്റ്റന്റ് ബോർഡ്സും കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്നത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കിച്ചൺസ് ആണ്. അവിടെ ഈ ബോർഡിന്റെ ആവശ്യമുണ്ട്, ഇത് യൂസ് ചെയ്യാനുള്ള ആവശ്യമുണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം. ബിക്കോസ് അത് വെളിയിൽ മഴ കൊണ്ടാലും ഒന്നും പറ്റത്തില്ല എന്നാണ് അവർ ഉറപ്പ് തരുന്നത് നമുക്ക്. എങ്ങനെയാണ് ഇതിനെ വാട്ടർ പ്രൂഫ് ചെയ്യുന്നതെന്ന് വെച്ചാൽ യൂസ് ചെയ്യുന്ന വുഡ് ഫൈബറും ഒക്കെ സെയിം തന്നെയായിരിക്കും. പക്ഷെ അതിൽ ആ റെസിൻസ് നമ്മൾ പറഞ്ഞല്ലോ, അതിൽ അഡസീവ് പറഞ്ഞില്ലേ, അതിൽ അവർ വാട്ടർ പ്രൂഫ് മെറ്റീരിയലും കൂടി ചേർക്കും. എന്നിട്ട് അത് ബൈൻഡ് ചെയ്യുമ്പോഴത്തേക്ക് അത് കംപ്ലീറ്റ്ലി 100% വാട്ടർ പ്രൂഫ് ആകും. ഇപ്പൊ അടുത്തത് പ്ലൈവുഡ് എന്താണെന്ന്. പ്ലൈവുഡ് എന്ന് പറഞ്ഞാലും മാൻമെയ്ഡ് തന്നെയാണ്. പക്ഷെ അതിന്റെ അഗെയിൻ എങ്ങനെയാന്ന് വെച്ചാൽ തിൻ ഷീറ്റ്സ് ഓഫ് ആക്ച്വൽ വുഡ്. അതിനെ ഒരു ഷീറ്റ് ഇങ്ങനെ വെച്ചാൽ ഇനി ഒരു ഷീറ്റ് ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ ലെയർ ചെയ്ത് അതിലും അഡസീവ് യൂസ് ചെയ്യും. എന്നിട്ട് ലെയർ ചെയ്ത് കംപ്രസ് ചെയ്തിട്ട് മുകളിലും ഒരു തിൻ ഷീറ്റ് ഓഫ് വുഡ് വെച്ചിട്ട് അതിനെ കംപ്ലീറ്റ്ലി കംപ്രസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇതിലും നമുക്ക് വാട്ടർ പ്രൂഫ് ഉണ്ട്, വാട്ടർ റെസിസ്റ്റന്റ് ഉണ്ട്, ടെർമൈറ്റ് പ്രൂഫ് ആയിട്ടുള്ള പ്ലൈ കിട്ടാറുണ്ട്. പിന്നെ ഇതൊന്നും അല്ലാത്ത നോർമൽ പ്ലൈയും കിട്ടാറുണ്ട്. ആൻഡ് ഇതിന്റെ ക്വാളിറ്റിയും നമ്മൾ എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ്ലി ഏത് വുഡിന്റെ ഷീറ്റ്സ് ആണ് ഇത് പ്രസ് ചെയ്തിരിക്കുന്നതോ അതിനനുസരിച്ചിട്ട് അതിന്റെ ലോഞ്ചിറ്റിവിറ്റി വരും. ആൻഡ് മോറോവർ അതിൽ ടെർമൈറ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടോ എന്നും കൂടി നോക്കണം. അതായത് അത് ടെർമൈറ്റ് പ്രൂഫ് ആണോ എന്നും കൂടി ശ്രദ്ധിക്കണം. എക്സാമ്പിൾ, ഇപ്പം നമ്മൾ റബ്ബർ വുഡ് പോലത്തെ ഷീറ്റ്സ് വെച്ചിട്ടാണ് പ്രസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന് ലൈഫ് അധികം ഉണ്ടാവത്തില്ല. വേറെ ഇപ്പോൾ പൈൻ വുഡ് പോലത്തെ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ ലൈഫ് കുറെ കൂടെ വരും എന്നാണ് പറയുന്നത്. സോ ഇത് രണ്ടും നല്ല സംഭവങ്ങൾ തന്നെയാണ്. നല്ല ക്വാളിറ്റിയുടെ ഒക്കെ മേടിക്കുകയാണെങ്കിൽ രണ്ട് വേണമെങ്കിലും നമുക്ക് ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ പ്രൊവൈഡഡ്
നിങ്ങൾ കറക്റ്റായിട്ടുള്ള ക്വാളിറ്റി ചൂസ് ചെയ്യണം എന്നുള്ളതാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയം. ഇപ്പോൾ ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബെനിഫിറ്റ്സ് ഞാൻ പറയാം. ഫസ്റ്റ്ലി MDF എന്ന് പറയുന്നത് നമുക്ക് ഈക്കോ ഫ്രണ്ട്ലി ആണെന്നുള്ളത് എനിക്ക് അത് വളരെ വലിയൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. ഇന്നത്തെ കാലത്ത് നമ്മൾ അതും കൂടി ശ്രദ്ധിക്കാനുണ്ട്. അതുകൊണ്ട് ഇറ്റ് ഇസ് ആൻ ഈക്കോ ഫ്രണ്ട്ലി മെറ്റീരിയൽ പ്രൊവൈഡഡ് യു ചൂസ് ദ റൈറ്റ് ബ്രാൻഡ്. ഇഷ്ടംപോലെ നല്ല ബ്രാൻഡ്സും കിട്ടുന്നുണ്ട് ഇന്ത്യയിൽ. രണ്ടാമത്തത് കോസ്റ്റ് എഫക്റ്റീവ് ആണ്. അതെപ്പോഴാണ് MDF കോസ്റ്റ് എഫക്റ്റീവ് ആകുന്നതെന്ന് വെച്ചാൽ നമ്മൾ പ്രീ ലാമിനേറ്റഡ് MDF മേടിക്കുമ്പോഴാണ്. ദാറ്റ് മീൻസ് അത് വാട്ടർ പ്രൂഫ് ആയിരിക്കും, അല്ല വാട്ടർ പ്രൂഫ് അല്ലാത്തതും കിട്ടും, ആൻഡ് അത് ഓൾറെഡി അതിൽ ലാമിനേറ്റും ഒട്ടിച്ചിരിക്കും. മീൻസ് നമ്മുടെ 1mm ലാമിനേറ്റ് അല്ല കേട്ടോ, അതിലൊരു തിൻ ഷീറ്റ് ഓഫ് ലാമിനേറ്റ് ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് കിട്ടും. അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേണ്ട കളർ, വേണ്ട ഗ്രെയിൻസ് ഓഫ് വുഡ് അതൊന്നും കിട്ടത്തില്ല. അവിടെ ആ പ്രോഡക്റ്റിൽ എന്തൊക്കെയാണോ ഓൾറെഡി അവൈലബിൾ ആയിരിക്കുന്നത് അത് ചൂസ് ചെയ്യേണ്ടി വരും. പക്ഷെ അപ്പോഴാണ് അത് കോസ്റ്റ് എഫക്റ്റീവ് ആകുന്നത്. പിന്നെ വേറൊരു കാര്യം, ഇതിൻ്റെ സർഫസ് അവർ നമ്മൾ നല്ല മെഷീൻസിൽ പ്രസ് ചെയ്യുന്നതുകൊണ്ട് ഇതിൻ്റെ സർഫസ് ഭയങ്കര സ്മൂത്ത് ആൻഡ് ക്ലീൻ ഫിനിഷാണ്. അപ്പം നമുക്കിപ്പോൾ അതിൻ്റെ പുറത്ത് വല്ല സ്പ്രേ പെയിൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പം ഭയങ്കര ഹൈ ഗ്ലോസ് ആയിട്ടുള്ള അക്രിലിക് ഷീറ്റ്സ് ഒക്കെ ഒട്ടിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ സർഫസ് നല്ല സ്മൂത്ത് ആയിട്ട് നീറ്റായിട്ട് വരും. സോ അതും കൂടി കൊണ്ടാണ് അത് ഹൈ എൻഡ് കിച്ചൺസിൽ യൂസ് ചെയ്യുന്നത്. ഇത് പിന്നെ ഫാക്ടറിയിൽ മുറിക്കുമ്പോഴൊക്കെ ഭയങ്കര സ്മൂത്ത് ആയിട്ട് പോകാറുണ്ട്. സോ അങ്ങനെ ഒരു ബെനിഫിറ്റും കൂടി ഉണ്ട് ഇതിൽ. ഇപ്പം നെക്സ്റ്റ് പ്ലൈവുഡിന്റെ ബെനിഫിറ്റ്സ് പറയുന്നത്. പ്ലൈവുഡിന് ഇഷ്ടംപോലെ ബെനിഫിറ്റ്സ് ആണ് അല്ലേ. അതായത് വുഡിന് പകരം സ്ട്രോങ് ആയിട്ട് ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ നമുക്ക് വേണം എന്ന് പറഞ്ഞാൽ അത് പ്ലൈവുഡ് തന്നെയാണ്. നല്ല ക്വാളിറ്റി വുഡ് ഷീറ്റ്സ് ആയിരിക്കണം അതിൽ ഒട്ടിച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ബ്രാൻഡ്സ് അവൈലബിൾ ആണ്. അതിൽ പല ബ്രാൻഡ്സിലും ഏത് വുഡ് ഷീറ്റ്സ് ആണ് അതിൽ യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അവർ പറയാറുണ്ട്, കടക്കാർ പറഞ്ഞു തരാറുണ്ട് നമുക്ക്. മാത്രമല്ല അത് ടെർമൈറ്റ് പ്രൂഫും കൂടി ആയിരിക്കണം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. സോ ഇങ്ങനെ ഇത് വരുമ്പം ഇതിൻ്റെ പ്ലൈൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റി സാധനം നമ്മൾ മേടിക്കുകയാണെങ്കിൽ അത് ഒരുപാട് കാലം കിടക്കും, ആൻഡ് ഇറ്റ് ഇസ് എ വെരി വെരി ഗുഡ് ഓൾട്ടർനേറ്റ് ഫോർ വുഡ്. അപ്പോൾ ബെനിഫിറ്റ്സ് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഇഷ്യൂസും കൂടി പറയണം, അതായത് അതിൻ്റെ ഡിമെറിറ്റ്സും കൂടി നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. MDFിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 100% വാട്ടർ പ്രൂഫ് മെറ്റീരിയൽ അല്ല നമ്മൾ മേടിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് മോയ്സ്ചർ കൂടുതലുള്ള സ്ഥലങ്ങളിൽ, പിന്നെ ഇപ്പോൾ സിങ്കിൻ്റെ കീഴിൽ അങ്ങനെ വെള്ളം അധികം അതായത് വെള്ളം തൊടിയിച്ച് നിൽക്കുന്നത് മാത്രമല്ല, വെള്ളം അതിൻ്റെ പുറത്ത് വീഴാൻ സാധ്യതയുള്ള ഏരിയാസ് ഉണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ സിങ്കിൻ്റെ കീഴിലാകട്ടെ, പിന്നെ നമ്മുടെ ബാത്റൂമിൻ്റെ കീഴിലുള്ള ക്യാബിനറ്റ്സ് ആകട്ടെ, അല്ലെങ്കിൽ ബാത്റൂമിൻ്റെ സൈഡിലുള്ള ക്യാബിനറ്റ്സ്, അങ്ങനെയൊക്കെ വരുമ്പോൾ MDF പെട്ടെന്ന്, ബിക്കോസ് ഇറ്റ് ഇസ് ജസ്റ്റ് എ വുഡ് ഫൈബർ അല്ലേ, അപ്പോൾ അത് ഈ മോയ്സ്ചർ എല്ലാം കൂടി വലിച്ചിട്ട് അതിങ്ങനെ കുതിർന്നു പോകാൻ ചാൻസ് ഉണ്ട്. എസ്പെഷ്യലി വെള്ളം അതിൻ്റെ പുറത്ത് കുറേ കാലത്തേക്ക് ഇങ്ങനെ വീണുകൊണ്ടേ ഇരിക്കുവാണെങ്കിൽ അത് വെൽ പ്രൊട്ടക്റ്റഡ് അല്ല, ലാമിനേറ്റും എഡ്ജ് ബാൻഡ് ടേപ്പ് കൊണ്ട് വെൽ പ്രൊട്ടക്റ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യം തീർന്നു. അപ്പോൾ അതിന് പക്ഷെ വേറെ വഴികളുണ്ട്. നല്ല 100% വാട്ടർ റെസിസ്റ്റന്റ് ആയിട്ടുള്ള HDF ബോർഡ്സ്, MDF ബോർഡ്സ് എല്ലാം നമുക്ക് ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവത്തില്ല. അതേപോലെ പ്ലൈവുഡിനപ്പോൾ എന്തായിരിക്കും ഡിമെറിറ്റ്സ് എന്ന് വെച്ചാൽ, പ്ലൈവുഡിന്റെ ഏറ്റവും വലിയ പ്രശ്നം തന്നെ അതിന്റെ സർഫസ് ആണ്. അപ്പം വളരെയധികം ഡ്യൂറബിൾ ആണെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഭയങ്കര ഹൈ ഗ്ലോസ് ഫിനിഷ് ആയിട്ടുള്ള ഭയങ്കര ഹൈ എൻഡ് കിച്ചണാണ് വേണം എന്ന് വെച്ചാൽ, പ്ലൈവുഡിന്റെ പുറത്ത് നമ്മൾ എത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഷീറ്റ് ഒട്ടിച്ചാലും, ഫോർ എക്സാമ്പിൾ ഒരു അക്രിലിക് ഷീറ്റ് മേടിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ലാമിനേറ്റ് ഹൈ ഗ്ലോസ് ഫിനിഷിന്റെ ലാമിനേറ്റ് മേടിച്ചൊട്ടിച്ചാൽ അതിൽ ചെറിയ ഫൈൻ കണ്ടാൽ നമുക്ക് തോന്നും ലെവലാണെന്ന്, പക്ഷെ അതിൽ ചെറിയ ഫൈൻ ആൻഡുലേഷൻസ് കാണും. അപ്പം നമ്മൾ ഹൈ ഗ്ലാസ് എങ്ങനെയാണ് മനസ്സിലാവുന്ന, ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സർഫസ് വളരെ ചീപ്പായിട്ട് തോന്നിക്കും. സോ അതുകൊണ്ടാണ് വലിയ ഹൈ എൻഡ് കിച്ചൺസിൽ അവർ പ്ലൈവുഡ് യൂസ് ചെയ്യാണ്ട് അക്രിലിക് കിച്ചൺസും പിന്നെ ഹൈ ഗ്ലാസ് ഫിനിഷസിലും ഒക്കെ അവർ HDF ബോർഡ്സ് അല്ലെങ്കിൽ MDF ബോർഡ്സ് പ്രിഫർ ചെയ്യുന്നത്. പിന്നെ വേറൊരു ഡിസഡ്വാൻറ്റേജ് ഫോർ പ്ലൈവുഡ് ഇസ്, നമ്മുടെ ഇന്ത്യയിൽ പ്ലൈവുഡിന്റെ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു 1000കണക്കിൽ ബ്രാൻഡ്സ് ഉണ്ട്. അപ്പം വളരെ ഈസി ആയിട്ട് നമ്മളെ പറ്റിക്കാൻ പറ്റും. അപ്പം കാണുമ്പോഴത്തേക്ക് എല്ലാം ഒരേപോലെ ഇരിക്കും, പക്ഷെ വീട്ടിൽ കൊണ്ടുവന്ന് കുറച്ച് കാലം 2-3 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് അത് ടെർമൈറ്റ് റെസിസ്റ്റന്റ് ആയിരിക്കില്ല, ടെർമൈറ്റ് പ്രൂഫ് ആയിരിക്കില്ല, വാട്ടർ പ്രൂഫ് ആയിരിക്കില്ല. അപ്പം ഈ പ്ലൈവുഡ് ചിലപ്പോൾ കുതിർന്ന് കംപ്ലീറ്റ്ലി എന്താ പറയുക, മറ്റത് കുതിർന്ന് ഇങ്ങനെ പൗഡർ ആയിട്ട് പോകും, ഇതെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഇങ്ങനെ വിതേർഡ് ആയിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ടെർമൈറ്റ്സ് ഓഫ് കോഴ്സ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ അതിൻ്റെ ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന്. കംപ്ലീറ്റ് പൗഡറായിട്ട് ബോർഡ് തന്നെ അങ്ങ് വിതേർഡ് ആയി പോകും. സോ ഇങ്ങനത്തെ ചാൻസസ് വളരെ ഹൈ ആണ്. സോ എനി വെൻഡർ ഹു ഇസ് ഗിവിംഗ് യു ലൈക്ക് 5 വർഷം വാറണ്ടി ഉണ്ട് എന്ന് പറഞ്ഞൊരു പ്ലൈവുഡ് വിൽക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് 5 കൊല്ലം വാറണ്ടി ഇസ് നോട്ട് ഗുഡ് ഇനഫ്. ഒരു നല്ല പ്ലൈ ആണെങ്കിൽ എന്നെ ചോദിച്ചാൽ ഒരു 10 years എങ്കിലും മിനിമം ഗ്യാരണ്ടി അവർ തരണം. അതേപോലെ തന്നെയാണ് നിങ്ങളുടെ ഇപ്പം ഇന്റീരിയർ ഡിസൈനേഴ്സ് അവരുടെ പ്രോഡക്റ്റ് 5 year വാറണ്ടി എന്ന് പറഞ്ഞാൽ എനിക്കത് അത്ര പോരാ എന്നാണ് തോന്നുന്നത്. അറ്റ്ലീസ്റ്റ്
8 to 10 years എങ്കിലും അവർ വാറണ്ടി എന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് മീൻസ് അവർ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് മച്ച് ബെറ്റർ ക്വാളിറ്റി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഇത്രയും കേട്ടപ്പം കുറച്ചുകൂടെ കൺഫ്യൂഷൻ ആയി അല്ലേ? അപ്പോൾ ഒന്നുമില്ല, ഞാൻ പറയാം ഏതാ യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന്. ഞാൻ എൻ്റെ പ്രോജക്ട്സിൽ MDF യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ അവിടെ ഞാൻ MDF തന്നെ യൂസ് ചെയ്യും. HDFും യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എവിടെ പ്ലൈവുഡ് യൂസ് ചെയ്യാൻ പറ്റുമോ അവിടെ ഞാൻ പ്ലൈവുഡേ യൂസ് ചെയ്യാറുള്ളൂ. സോ ബേസിക്കലി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കോമ്പിനേഷൻ ഓഫ് പ്ലൈവുഡ് ആൻഡ് MDF നമ്മൾ പ്രിഫർ ചെയ്യണം. അത് ഞാൻ റീസൺ പറഞ്ഞല്ലോ. ഇപ്പം നിങ്ങൾക്കൊരു മാറ്റ് ഫിനിഷ് ലാമിനേറ്റ് കിച്ചൺ ആണ് നിങ്ങൾ ഉണ്ടാക്കുന്നെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് പ്ലൈവുഡിൽ ചെയ്തോളൂ. സോ അപ്പം എവിടെയൊക്കെ ഏത് മെറ്റീരിയൽ യൂസ് ചെയ്യണം എന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ TV യൂണിറ്റ് ആണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ധൈര്യമായിട്ട് MDFൽ ചെയ്യാൻ പറ്റും. ബിക്കോസ് TV യൂണിറ്റ് ഞാൻ എന്തുകൊണ്ട് MDF ചെയ്യുന്നു പറയുന്നതെന്ന് വെച്ചാൽ അതിൽ ഇപ്പം ലൈറ്റ് ബാൽക്കണി എന്നുള്ള ലൈറ്റും ഒക്കെ റിഫ്ലക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് അല്ലേ? അപ്പം അതിൻ്റെ സർഫസ് നല്ല സ്മൂത്ത് ആയിട്ട് ക്ലീൻ ഫിനിഷ് ആയിട്ടിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ വാർഡ്രോബ്സ് ലാമിനേറ്റ് കൊണ്ടാണ് വാർഡ്രോബ്സ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലൈവുഡ് തന്നെ ഷട്ടേഴ്സിനും യൂസ് ചെയ്യാം, ഫുൾ സ്ട്രക്ചറിനും പ്ലൈവുഡ് തന്നെ യൂസ് ചെയ്യാം. പക്ഷേ ഇപ്പം നിങ്ങൾ ലാക്കേർഡ് ഫിനിഷ് ആയിട്ടുള്ള ഒരു വാർഡ്രോബാണ് ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഒരു ഗ്ലോസി ഹൈ ഗ്ലോസ് ഫിനിഷ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഫ്രെയിമും ബോഡി മൊത്തവും വാർഡ്രോബിൻ്റെത് പ്ലൈ ആൻഡ് ലാമിനേറ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ട് ഷട്ടേഴ്സ് മാത്രം MDFോ HDFോ യൂസ് ചെയ്യാം. സെയിം തിങ് അപ്ലൈസ് ടു കിച്ചൺ. കിച്ചണിലെ മെയിൻ ബോഡി ഉണ്ടല്ലോ, അതായത് ഇപ്പം ബേസ് യൂണിറ്റ്സ് ആകട്ടെ വാൾ യൂണിറ്റ്സ് ആകട്ടെ, ഇതൊക്കെ നിങ്ങൾക്ക് ഇനിയും ഹൈ ഡ്യൂറബിൾ ആകണം, മനസ്സിന്റെ ഒരു സമാധാനത്തിന് വേണം എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് പ്ലൈ യൂസ് ചെയ്തോളൂ. ഷട്ടേഴ്സ് മാത്രം നിങ്ങൾക്ക് ഏത് ഫിനിഷ് ആണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് പ്രോഡക്റ്റ് യൂസ് ചെയ്യണം. ഇപ്പം മാറ്റ് ഫിനിഷ് ലാമിനേറ്റ് ആണ് ഷട്ടേഴ്സിനും പ്രിഫർ ചെയ്യുന്നത് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മൊത്തത്തിൽ പ്ലൈവുഡ് തന്നെ ഇട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഇഫ് യു വാണ്ട് ആൻ അക്രിലിക് ഹൈ ഗ്ലോസ്, അതേപോലെ ലാമിനേറ്റിൽ ഹൈ ഗ്ലോസ് ഫിനിഷ് വേണം, അല്ലെങ്കിൽ ലാക്കേർഡ് ആണ് വേണ്ടത്, അവിടെയൊക്കെ നിങ്ങൾക്ക് MDF വാട്ടർ പ്രൂഫ് മെറ്റീരിയൽ യൂസ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ഒരു മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. എന്നെ ചോദിച്ചാൽ കിച്ചണിലാകട്ടെ എവിടെയായിട്ട് നമ്മളിങ്ങനെ മോയ്സ്ചർ ഒരുപാടൊന്നും കിച്ചണിൽ ഉണ്ടാവുന്നില്ല. നമ്മൾ ആകെ സിങ്കിൻ്റെ അവിടെ ഡിഷ് വാഷറിൻ്റെ സൈഡിലൊക്കെയാണ് നമ്മൾ കുറച്ച് കെയർഫുൾ ആയിരിക്കേണ്ടത് അല്ലേ? ബാക്കി സ്ഥലത്തൊക്കെ നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ച് കഴുകുന്നൊന്നും ഇല്ലല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ പറയും, നിങ്ങൾക്ക് കോസ്റ്റ് കട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മൊത്തം MDF വാട്ടർ പ്രൂഫ് മെറ്റീരിയൽ തന്നെ ചെയ്യാൻ പറ്റും. പക്ഷെ സിങ്കിൻ്റെ അവിടെ മാത്രം എക്സ്ട്രാ കോഷ്യസ് ആയിട്ട് ആ കംപ്ലീറ്റ് ബോക്സും അടിയിൽ നിങ്ങൾ 100% വാട്ടർ പ്രൂഫ് പ്ലൈ വെച്ചിട്ട് ചെയ്തോളൂ. സോ ഇങ്ങനെ പല കോമ്പിനേഷൻസും വേരിയേഷൻസും നമുക്ക് കുറച്ച് എന്താ പറയുക, കുറച്ച് ചിന്തിച്ച് സമയം എടുത്തിട്ട് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ബിക്കോസ് ഈ രണ്ട് പ്രോഡക്റ്റിനും ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും അല്ലേ? പിന്നെ ബാത്റൂമിൽ ഞാൻ പറയും, ബിക്കോസ് അവിടെ കിച്ചണിനേക്കാളും കൂടുതൽ വാട്ടർ യൂസേജ് കൂടുതലാണ്. പിന്നെ ആവി, അതായത് സ്റ്റീം വരാനും ചാൻസ് ഉണ്ട് അല്ലേ, ചൂടുവെള്ളത്തിൽ കുളിക്കുന്ന സമയത്തൊക്കെ. അപ്പം പിന്നെ തൊട്ട് വാഷ് ബേസിൻ്റെ താഴെയുള്ള ക്യാബിനറ്റ്സും നമ്മൾ കുറച്ച് പ്രിസർവ് ചെയ്യാനിരിക്കണം. അപ്പോൾ അവിടെ 100% പ്ലൈ വെച്ചിട്ട് തന്നെ ക്യാബിനറ്റ്സ് യൂസ് ചെയ്തോളൂ. പിന്നെ വുഡ് ഫൈബറും PVCയും ചേർന്നിട്ടുള്ള കുറച്ച് ബോർഡ്സ് ഉണ്ട്. ഇപ്പം പല മെറ്റീരിയൽസും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഈവൻ ദാറ്റ് ഇസ് എ ഗുഡ് ചോയ്സ്. നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും അല്ലേ, എന്തുകൊണ്ടാണ് എന്നിട്ടും ആൾക്കാർ ഇങ്ങനെ MDF വേണ്ട, അത് പോരാ? ചില കാർപ്പൻറ്റേഴ്സ് പറയുമായിരിക്കും ഇതൊക്കെ നല്ല മെറ്റീരിയൽ അല്ല അല്ലേ, നിങ്ങൾ പ്ലൈവുഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും മാഡം എന്ന് കുറേ പേര് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ MDF എന്തുകൊണ്ടാണ് അതിന് ഒരുപാട് ഇഷ്യൂസ് ഉള്ളത്, ഞാൻ എവിടെയൊക്കെയാണ് MDFൽ ഇഷ്യൂസ് ഫേസ് ചെയ്തിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് പറയാം. സോ യു ക്യാൻ ജുഡീഷ്യസ്ലി ചൂസ് വിച്ച് എവർ മെറ്റീരിയൽ യു വാണ്ട്. ആദ്യമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന MDF പ്രോപ്പർ വാട്ടർ പ്രൂഫ് അല്ല എന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോയ്സ്ചർ അധികം ഉള്ള സ്ഥലങ്ങളിലും വാട്ടർ വീഴുന്ന, അതായത് വെള്ളം വീഴുന്ന സ്ഥലങ്ങളിൽ അത് പഫ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്, കുതിർന്നു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അത് തന്നെയാണ് മേജർ റീസൺ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട റീസൺ, അത് നന്നായിട്ട് കേൾക്കണം, ബിക്കോസ് നമ്മുടെ ഈ റെഡിമെയ്ഡ് പ്രോഡക്ട്സ് നമ്മളിങ്ങനെ അയക്കുന്നു അവിടെ നിന്നൊക്കെ മേടിച്ച് വെക്കുന്നതൊക്കെ MDFൽ ഉണ്ടാക്കുന്നതാണ്, ചിലതൊക്കെ പാർട്ടിക്കിൾ ബോർഡിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. അപ്പം ഇതിൽ ഒരു പ്രശ്നം, കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, അതിൻ്റെ ഷട്ടേഴ്സിനൊക്കെ ഒരു അലൈൻമെൻറ്റ് ഒരു ചെറിയ പ്രശ്നം വരാറുണ്ട്. അത് ഷട്ടേഴ്സ് പെർഫെക്റ്റ്ലി ഇരിക്കാണ്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് വീണ് കിടക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചില സ്ഥലങ്ങളിൽ അറ്റ്ലീസ്റ്റ്. ഇത് വളരെ കോമൺ ആണ്, എസ്പെഷ്യലി വിത്ത് ഹെവി ഷട്ടേഴ്സ്. അതായത് കുറച്ച് വാർഡ്രോബ്സിനൊക്കെ ഉള്ള ഷട്ടേഴ്സിൽ MDF യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ പ്രോപ്പറായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഹാർഡ്വെയർ യൂസ് ചെയ്യണം. അവിടെയാണ് ഈ ഇഷ്യൂ ഇരിക്കുന്നത്. എന്ന് വെച്ചാൽ അത്ര നല്ല ക്വാളിറ്റി ഹാർഡ്വെയർ, അതായത് ഹിഞ്ചസ് നല്ലത് യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസത്തിൽ ഇത് വെയിറ്റ് കാരണം ഹാങ് ചെയ്യും. ഇതെന്തുകൊണ്ടാണ് പ്ലൈവുഡിനേക്കാളും ഫാസ്റ്ററായിട്ട് ഹാങ് ചെയ്യുന്നതെന്ന് വെച്ചാൽ MDF കുറേ കൂടി ഡെൻസർ ആണ്, അപ്പം ഹെവിയർ ആണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇപ്പോൾ ഒരു ഷട്ടറിന് നമ്മൾ 3 ഹിഞ്ചസ് ആണ് ഒരു സൈഡിൽ വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഐ വുഡ് സേ നിങ്ങൾ 4 വെക്കേണ്ടി വരും. സോ ദാറ്റ് നമ്മൾക്ക് കുറച്ചുകൂടി അതിനൊരു നമ്മൾ സപ്പോർട്ട് കൊടുക്കേണ്ടി വരും.
വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഹാങ് ചെയ്തു. ഇനിയിപ്പോൾ നിങ്ങൾ കാർപ്പൻറ്ററിനെ വിളിച്ചിട്ട് കുറച്ച് ആ സ്ക്രൂ ടൈറ്റൻ ചെയ്യാനായിട്ട് നോക്കുവാണെങ്കിൽ ആ ഹോൾ ഇട്ടിരിക്കുന്ന അതേ ഭാഗത്ത് പിന്നെയും നമുക്ക് ഡ്രിൽ ചെയ്യാനോ അല്ലെങ്കിൽ സ്ക്രൂ ടൈറ്റൻ ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് ഇതിന് വുഡിന്റെ മാതിരി ഗ്രിപ്പ് പിന്നെ അത് പോവും. ബിക്കോസ് ആ ഹോള് ഇതൊരു മാൻമെയ്ഡ് മെറ്റീരിയൽ അല്ലേ, മാത്രമല്ല അതിന് പൗഡർ കൊണ്ടല്ലേ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ആ ഹോൾ ഇങ്ങനെ ഓൾറെഡി ഇട്ട ഹോളിന് പിന്നെ ഗ്രിപ്പ് കിട്ടത്തില്ല. വുഡ് ആണെങ്കിൽ അതിന്റെ ആ ഫൈബർ ഒക്കെ കൂടെ ചേർന്നിട്ട് നമുക്ക് ഗ്രിപ്പ് കിട്ടും. ഇത് ജസ്റ്റ് ഒരു അഡസ് വെച്ചിട്ട് പേസ്റ്റ് ചെയ്തിരിക്കുന്ന സാധനമല്ലേ, അപ്പം ഗ്രിപ്പ് കിട്ടാൻ വരുമ്പോൾ നിങ്ങൾ ദ മോർ യു പ്രസ് ദ സ്ക്രൂ ഇൻസൈഡ് ആ ഹോൾ വലുതായി വരും. അതുകൊണ്ടാണ് ഗ്രിപ്പ് കിട്ടാത്തത്. അപ്പം ഇൻ കേസ് നമ്മൾ റിപ്പയർ ചെയ്യേണ്ടി വരുവാണെങ്കിൽ ആ ഹിഞ്ചസ് കുറച്ചുകൂടി വേറൊരു സ്ഥലത്തോട്ട് അതിനെ റീപ്ലേസ് ചെയ്യേണ്ടി വരും. ഇതൊക്കെയാണ് ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ചാലഞ്ചസ്. പക്ഷെ അത് വളരെ റെയർ ആണ് കേട്ടോ. ബിക്കോസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നല്ല ബ്രാൻഡ്, അതായത് ഹാഫ്ലെ, ഹെറ്റേജ്, ബ്ലൂം ഇങ്ങനത്തെ നല്ല ബ്രാൻഡ്സിന്റെ ഹൈ ക്വാളിറ്റി ഹിഞ്ചസ് യൂസ് ചെയ്താൽ ഈ പ്രശ്നമൊന്നും വരത്തില്ല. പിന്നെ വേറൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ MDF യൂസ് ചെയ്യാൻ തന്നെ ഒരു പെർട്ടിക്കുലർ റീസൺ ഉണ്ടാവണം. MDF ചുമ്മാ എല്ലായിടത്തും MDF മതി എന്ന് ഞാൻ പറയത്തില്ല. ബിക്കോസ് എവിടെ നമുക്ക് ആക്ച്വലി കോസ്റ്റ് എഫക്റ്റീവ് ആകുന്നുണ്ടോ, എവിടെ നമുക്ക് ഈ പറയുന്ന പ്രോബ്ലംസ് ഒന്നും വരാൻ ചാൻസ് ഇല്ലയോ, അവിടെ നമുക്ക് MDF യൂസ് ചെയ്യാം. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ഒരു ടിപ്പ് ഞാൻ തരട്ടെ. ബെഡ്റൂമിന്റെ വാളും ബാത്റൂമിന്റെ വാളും ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ആൻഡ് അവിടെയാണ് നിങ്ങൾ വാർഡ്രോബ് വെക്കാൻ പ്ലാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ വാട്ടർ പ്രൂഫ് മെറ്റീരിയൽ അറ്റ്ലീസ്റ്റ് ആ ബാക്കിലുള്ള ഏരിയക്കെങ്കിലും വാട്ടർ പ്രൂഫ് മെറ്റീരിയൽ യൂസ് ചെയ്യണം. ദ റീസൺ ഇസ് എത്രയൊക്കെ തന്നെ നമുക്കൊരു മതിലുണ്ട്, ടൈൽസ് ഒക്കെ ബാത്റൂമിൽ ഉണ്ടെങ്കിലും ചെറിയ ചെറിയ ക്രിവിസസ് വഴി ഈ മോയ്സ്ചർ പതുക്കെ പതുക്കെ നമുക്ക് വാളിൽ നിന്ന് സീപ്പ് ചെയ്ത് MDF ബോർഡ്സിലോട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ബാത്റൂമായിട്ട് ഈ വാർഡ്രോബ് നിൽക്കുന്നത് ഒരു വാൾ ഷെയറിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്ടർ പ്രൂഫ് മെറ്റീരിയൽ യൂസ് ചെയ്യണം. പിന്നെ ഇന്ത്യയിൽ ഒരുപാട് നല്ല ബ്രാൻഡ്സ് MDFും പ്ലൈയും കിട്ടാറുണ്ട്. MDFിൽ ഞാൻ ഒരുപാട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ആക്ഷൻ ടെസ എന്ന് പറഞ്ഞ വെച്ചൊരു ബ്രാൻഡാണ്. ഇന്ത്യൻ ബ്രാൻഡ്സ് പെർട്ടിക്കുലർലി ഞാൻ അവോയ്ഡ് ചെയ്യാറുണ്ടായിരുന്നു MDFിന്റെ കേസിൽ. ദാറ്റ് ഇസ് ബിക്കോസ് ഇന്ത്യയിൽ നല്ല ക്വാളിറ്റി MDF ബോർഡ്സ് ഉണ്ടാക്കാറില്ല. പുതിയതായിട്ട് എന്തെങ്കിലും ഹൈഫൈ ബ്രാൻഡ്സ് വന്നിട്ടുണ്ടോ എന്ന് ഞാൻ അവെയർ അല്ല, പക്ഷെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. പ്ലൈവുഡിന്റെ അടുത്തത് ഏത് ബ്രാൻഡായി ചൂസ് ചെയ്യുക? ബിക്കോസ് ഇഷ്ടംപോലെ നിങ്ങൾ പരസ്യം കാണാറുണ്ടല്ലേ. സെഞ്ചുറി പ്ലൈ ഉണ്ട്, ഗ്രീൻ പ്ലൈ ഉണ്ട്, കിറ്റ് പ്ലൈ ഉണ്ട്, ഇതിൻ്റെയൊക്കെ പരസ്യം നമ്മൾ കാണാറുണ്ട്. ഞാൻ യൂഷ്വലി നാഷണൽ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഒരുപാട് ക്ലയൻസിന് കൊടുത്തിട്ടുണ്ട്. സെഞ്ചുറിയും കൊടുത്തിട്ടുണ്ട്, പ്രസ്റ്റീജ്, ഹെറിറ്റേജ്, ഇങ്ങനെ പല നല്ല ബ്രാൻഡ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. യൂഷ്വലി ഞാൻ നോക്കുന്നത് ഈ പ്രോഡക്റ്റിന് എത്ര വർഷം വാറണ്ടി അവർ തരുന്നു എന്നുള്ളത്. രണ്ടാമത്തത് ഏത് വുഡിന്റെ ഷീറ്റ്സ് ആണ് അതിൽ ഒട്ടിച്ചിരിക്കുന്നത് എന്നുള്ളതും കൂടി ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്. ആൻഡ് പിന്നെ ഏത് ബെൽറ്റ് നിന്നാണ് ഈ കമ്പനി ഉള്ളത്. ബിക്കോസ് ഇതിപ്പോൾ അരുണാചൽ പ്രദേശ് ബെൽറ്റ് ഫോർ എക്സാമ്പിൾ, അവിടെ ഇങ്ങനെ ഇതിനു വേണ്ടി തന്നെ ഇങ്ങനെ മരങ്ങൾ നടുകയും പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്ഷൻ ഫാക്ടറീസ് ഒക്കെ ഒരുപാട് കൂടുതലുള്ള സ്ഥലമാണ്. പിന്നെ വെസ്റ്റ് ബംഗാളിലും ചില ഏരിയാസിൽ വളരെ നല്ല നല്ല ക്വാളിറ്റി പ്ലൈ, എനിക്ക് തോന്നുന്ന സെഞ്ചുറി പ്ലൈ ഒക്കെ വെസ്റ്റ് ബംഗാളിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്. പിന്നെ എല്ലാത്തിനും ഇപ്പോൾ ഒരു ഇക്കോണമി റേഞ്ച് എന്ന് പറഞ്ഞൊരു 5 year വാറണ്ടി വെച്ചിട്ടുള്ളത് പല ബ്രാൻഡ്സിൽ ഇറക്കിയിട്ടുണ്ട്. അത് പ്രിഫർ ചെയ്യാതിരിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ നിങ്ങളോടൊക്കെ പേഴ്സണലി പറയാൻ ആഗ്രഹിക്കുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് റിജിഡ് ആയിട്ടിരിക്കേണ്ട ആവശ്യമില്ല അല്ലേ. എന്ന് വെച്ചാൽ യു ഡോണ്ട് നീഡ് ടു ബി ലൈക്ക് എന്താ പറയുക, എനിക്ക് ഏറ്റവും നല്ല ക്വാളിറ്റി തന്നെ വേണം, അങ്ങനെ ഒരു ഏറ്റവും നല്ല ക്വാളിറ്റി എന്നൊന്നുമില്ല. സാധനങ്ങളായാൽ കുറച്ച് വർഷം കഴിയുമ്പോഴത്തേക്ക് കേടാവും, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ മടുത്തു പോകും, പിന്നെ പുതിയൊരു സംഭവം ഉണ്ടാക്കാമെന്ന് നിങ്ങൾ തന്നെ വിചാരിക്കും. സോ ചില കാര്യങ്ങൾക്ക് നമ്മളൊരു മിക്സ് ആൻഡ് മാച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ കുറച്ച് റിസ്ക് എടുക്കുന്നത് നല്ലതായിരിക്കും. ബിക്കോസ് മാക്സിമം എന്തോ പറ്റും എന്നുള്ളതാണ്. സോ ഈ പുറമേയുള്ള രാജ്യങ്ങളിലൊക്കെ ഒരു 5-6 years കഴിയുമ്പോഴത്തേക്ക് അവർ ആക്ച്വലി മടുത്തു പോകും. അപ്പം കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അവരത് റീപ്ലേസ് ചെയ്യാനാണ് നോക്കുന്നത്. പക്ഷെ ഇവിടെ അമേരിക്കയിൽ അങ്ങനെയല്ല കേട്ടോ. ഒരുപാട് കിച്ചൺസ്, എസ്പെഷ്യലി കാലിഫോർണിയ അങ്ങനത്തെ സ്ഥലങ്ങളിൽ ഒരുപാട് കിച്ചൺസ് വളരെ പഴയ കിച്ചൺസ് ആണ്. അവർ ബേർച്ച് വുഡ് കൊണ്ടും പിന്നെ പൈൻ വുഡ് കൊണ്ടും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. സോ കുറേ കാലം ലാസ്റ്റ് ചെയ്യും, 100 കൊല്ലം വേണമെങ്കിലും ലാസ്റ്റ് ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പെയിന്റ് ചെയ്തോ പോളിഷ് ചെയ്തോ ഒക്കെ വെക്കുകയാണെങ്കിൽ. ഓഫ് കോഴ്സ് ഇപ്പൊ നിങ്ങൾക്ക് പ്ലൈ തന്നെ ഫുള്ള് വേണമെന്നുണ്ടെങ്കിൽ ആയിക്കോളൂ, പക്ഷെ ലുക്സും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അപ്പം നമ്മൾ എപ്പോഴും സേഫ് ആയിട്ട് ഒരേ ടൈപ്പ് കാറാണോ നമ്മൾ എല്ലാവരും മേടിക്കുന്നത്? അല്ലല്ലോ. ഒരേ ടൈപ്പ് വീടാണോ എല്ലാവരും കിട്ടുന്നത്? അല്ലല്ലോ. എല്ലാവരും കുറച്ച് റിസ്ക് എടുത്ത് പല കാര്യങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്യാനും ആഗ്രഹിക്കുന്നവരുണ്ട്. സോ അതേപോലെ തന്നെ നിങ്ങളുടെ ഇന്റീരിയേഴ്സിലും നല്ല ഫിനിഷും നല്ല കാണാനും എസ്തെറ്റിക്കലി പ്ലീസിങ് ആയിട്ടിരിക്കണം. ആൻഡ് ഇഫ് യു നീഡ് ടു യൂസ് MDF ഓർ HDF ആ ഒരു പെർട്ടിക്കുലർ ആവശ്യത്തിന് ഗോ ഹെഡ് ആൻഡ് യൂസ് ഇറ്റ് എന്നേ ഞാൻ പറയത്തുള്ളൂ. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസും കൊണ്ട് ഞാൻ വരുന്നതായിരിക്കും. സോ ടിൽ ദെൻ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കീപ് മോട്ടിവേറ്റിംഗ് മീ. See you. Thank you. Bye bye.